ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നാളെ നമ്മൾ കാണാൻ പോകുന്ന അലീനയുടെയും മനുവിൻ്റെയും കഥയിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രേക്ഷകരായി നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും. കാരണം അലീന വീണ്ടും മടങ്ങിയെത്തുന്നു എന്നുള്ളതാണ്. അത് വൈജയന്തിക്കും അതുപോലെ ബബിതയ്ക്കൊക്കെ രാജീവനൊക്കെ വലിയൊരു ഞെട്ടലാണെങ്കിലും മറ്റ് കൃഷ്ണമോൾക്കൊക്കെ വലിയ സന്തോഷം തോന്നുന്ന, മുത്തശ്ശിക്കും വലിയ സന്തോഷം തോന്നുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അങ്ങനെ നിലവിൽ ഇപ്പോൾ കൃഷ്ണമോളും ബാലചന്ദ്രനും അതുപോലെ അലീനയും ആ റിസോർട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇതിനിടയിൽ മനു വരുന്നുണ്ട്. മനു വന്ന് അവർ സന്തോഷിക്കുന്നു. ഇതിനിടയ്ക്ക് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ കൃഷ്ണമോൾ അലീനയെ സ്വന്തം ചേച്ചിയെ പോലെ അല്ലെങ്കിൽ ഒരു അമ്മയെ പോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യാട്ടോ. ഇതൊന്നും കൃഷ്ണമോൾ അറിഞ്ഞതായിട്ട് അലീനയ്ക്ക് അറിയില്ല. അലീന ഒട്ടും അറിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ അലീനയെ ബാലചന്ദ്രൻ പിക്ക് ചെയ്തുകൊണ്ട് പോയി എന്നറിഞ്ഞപ്പോൾ മുതൽ വളരെ വേവലാതി നിൽക്കുന്ന വൈജയന്തിനെ കാണാം. അപ്പോൾ വൈജയന്തിനെ മുൻപിൽ രക്ഷകനായി നിന്നത് രാജീവ് പതിയെ നൈസായിട്ട് തലയൂരിയാണല്ലോ. അങ്ങനെ തലയൂരി തൻ്റെ ജോലിയെ സംബന്ധിക്കുന്ന കാര്യം തനിക്ക് മടങ്ങിപ്പോകണം, അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ നീ തന്നെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് നമ്മുടെ രാജീവൻ ഒഴിവാകുകയും ഒടുവിൽ ഒറ്റപ്പെട്ടു പോകുന്ന വൈജയന്തിനെയുമാണ് കാണുന്നത്. എന്തായാലും ഒറ്റപ്പെട്ടെങ്കിലും പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ശക്തമായ നിലപാടുമായിട്ട് തന്നെയാണ് വൈജയന്തി നിൽക്കുന്നത്. അതിനിടയിൽ ബാലചന്ദ്രൻ്റെ മനസ്സിന് മാറ്റമുണ്ടാകിയ കാരണം ഇനി ഇങ്ങനെ ഈ റിസോർട്ടിൽ തന്നെ തുടർന്നാൽ അത് ശരിയാവില്ല. കാരണം തൻ്റെ മോളായ കൃഷ്ണമോളുടെ ജീവിതത്തെ അത് ബാധിക്കും. സ്കൂളിൽ പോകേണ്ടതായതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് മടങ്ങിയെത്താം. അത് തന്നെയായിരിക്കും വൈജയന്തിക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ തിരിച്ചടിയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ബാലചന്ദ്രൻ അലീനയുമായിട്ട് വീണ്ടും മടങ്ങിയെത്തി കേട്ടോ. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ നിനക്ക് ഭയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം വളരെ ഫൈറ്റിൽ നിൽക്കുന്ന അലീന കേട്ടോ. എന്നാൽ ആ ഫൈറ്റ് എല്ലാം കൃഷ്ണമോൾ മാറ്റിയെടുക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അങ്ങനെ അലീനയ്ക്ക് ഇപ്പോൾ സപ്പോർട്ടായിട്ട് കൃഷ്ണമോളും ഉണ്ട് എന്നുള്ളത് അലീനയ്ക്ക് ഒരുപാട് ആശ്വാസമാകുകയാണ്. അങ്ങനെ മടങ്ങി അവർ വീട്ടിലേക്ക് എത്തുക. 3 പേര് എത്തുമ്പോൾ പെട്ടെന്ന് അച്ഛൻ്റെ കാറ് വന്ന് വെളിയിൽ നിൽക്കുന്ന കണ്ട ബബിത ഓടിച്ചെല്ലുമ്പോഴത്തേക്ക് കണ്ട കാഴ്ച ഒന്ന് ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം കാറിനുള്ളിൽ അലീനയുണ്ട്. പെട്ടെന്ന് വേഗത്തിൽ തന്നെ ബബിത ഓടിച്ചെന്ന് തൻ്റെ അമ്മയായി വൈജിയോട് പറയുകയാണ്, അച്ഛൻ വന്നു, അച്ഛനും കൃഷ്ണമോളും വന്ന്, പക്ഷേങ്കിൽ അവരുടെ കൂടെ അവളും ഉണ്ട് എന്ന് പറയാം. അപ്പം പെട്ടെന്ന് ചോദിക്കും ആരാണെന്ന് ചോദിക്കുമ്പോൾ അലീനയാണെന്ന് പറയാം. അപ്പം ഒരു വലിയൊരു ഞെട്ടൽ തന്നെ നമ്മുടെ വൈജയ്ക്ക് ഉണ്ടാക്കി. എന്നാൽ രണ്ടിലൊന്ന് കണ്ടിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ വൈജ വെല്ലുവിളിച്ച് നിൽക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ആദ്യം കയറി വരുന്ന ബാലചന്ദ്രനോട് അതുമുതൊക്കെ നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും മറുപടി കൊടുക്കാതെ അലീനയെ അകത്തേക്ക് വിളിക്കുക. അപ്പോൾ ഇവളെ എന്തിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്, ഞാൻ ഇറക്കി വിട്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടി കൊടുക്കുക കേട്ടോ ബാലചന്ദ്രൻ. എന്നിട്ട് പറയുകയാണ്, ഇതെൻ്റെ വീടാണ്, ഞാനല്ലല്ലോ അവളെ ഇറക്കി വിട്ട, നീയല്ലേ, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് വരുവാൻ യാതൊരു തടസ്സവുമില്ല എന്ന് പറയുകയും, ഇനി മര്യാദയ്ക്ക് ഞാനിവിടെ അവളിനി എല്ലാ കാലത്തും ഇവിടെ ഉണ്ടാകും, മാത്രമല്ല അവളെ നീ ഒരു മോളെപ്പോലെ ഒരു അമ്മയായിട്ട് അവളെ കണ്ടോണം എന്ന് പറയുക, അല്ലാത്ത പക്ഷം നീ വലിയ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുമെന്നും ഒരു മുന്നറിയിപ്പ് മാത്രം കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല, ആ കഷ്ടപ്പാട് എനിക്കൊരിക്കലും അവന് സാധിക്കത്തില്ല, അത് മാത്രവുമല്ല അങ്ങനെ അതിൻ്റെ പേരിൽ ഒരു കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാൽ ഞാൻ സഹിച്ചോളാം എന്ന് പറയുകയും ഒടുവിൽ എന്നാ നീ സഹിക്കുക എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കയറിപ്പോ അലീനയെ കൂട്ടിക്കൊണ്ട് കയറിപ്പോ കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് കൃഷ്ണമോളും വന്ന് വൈജയ്ക്ക് എതിരായി നിൽക്കുക. വൈജയോട് പറയാണ്, അമ്മ ഇനിയും അച്ഛൻ്റെ മുന്നിൽ മത്സരിച്ച് കഴിഞ്ഞാൽ അമ്മ തോൽവിയുടെ വലിയ പടുകുഴിയിലേക്ക് പോകുമെന്നും, അങ്ങനെ അലീനയ്ക്കും ബാലചന്ദ്രനും ഒപ്പം നിൽക്കുന്ന കൃഷ്ണമോളെ കണ്ട് ഞെട്ടി നിൽക്കുന്ന വൈജയന്തിനെയൊക്കെയാണ് വീണ്ടും കാണാൻ പോകുന്നത്. വീണ്ടും നാളത്തെ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.